നിന്ന് ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് പലർക്കും കിട്ടിയിട്ടുണ്ടാവാം. ഈ മെസ്സേജ് എന്താണ്, ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ ഇതിൽ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ആണിത്. 244/2018 എന്ന കാറ്റഗറി നമ്പറിലേക്ക് PSC വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറഞ്ഞിട്ട് PSC വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ആ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 8/9/2020 സെപ്റ്റംബർ 8 ലാസ്റ്റ് ഡേറ്റ്. അപ്പം സൈറ്റിൽ നമ്മുടെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജൊക്കെ അതിൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ അത് പരീക്ഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. 244/2018 കാറ്റഗറി നമ്പറുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. അതായത് കേരള വാട്ടർ അതോറിറ്റി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറഞ്ഞിട്ട്. അന്ന് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ 86 വേക്കൻസിയോടുകൂടി 86 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായി എന്ത് ചെയ്യുക, ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് പരീക്ഷ എഴുതാൻ കഴിയുന്നവർ കൃത്യമായി ഇത് എഴുതുക. അത്യാവശ്യം വേക്കൻസിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇനി ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയും, ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ പരിശോധിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതായത് പരീക്ഷ അന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമുക്ക് 10ാം ക്ലാസ് വെച്ച്, ജനറൽ 10ാം ക്ലാസ് വെച്ചിട്ട് നമുക്ക് ഇക്വലൻസി കൊടുത്ത് ഈ പരീക്ഷയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതിനാൽ തന്നെ അപ്പം SSLCയോടൊപ്പം തന്നെ എന്ത് വേണം, ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി, ഏതെങ്കിലും ഇതിൽ പറയുന്ന ട്രേഡ്, ഇപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി വേണം എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായി ഉള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് PSC ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ് അപ്ലോഡിങ്ങിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അതായത് നമുക്ക് ജനറലായിട്ട് SSLC വേണം, SSLC ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ താഴെ പറയുന്ന 1 മുതൽ 7 വരെ പറയുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൂടി, ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടുള്ളതുണ്ട്, 3 ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഒന്നാമത്തതിൽ SSLCയോടൊപ്പം, ജനറൽ SSLCയോടൊപ്പം താഴെ പറയുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ്മാൻ കോഴ്സ് മെക്കാനിക്കൽ ഡിപ്ലോമ ഓഫ് ITC MIT സർട്ടിഫിക്കറ്റുള്ള, ITCയിൽ MIT സർട്ടിഫിക്കറ്റുള്ള, അതായത് കോഴ്സ് ഉണ്ട്. ഏതാണ്? ഡ്രാഫ്റ്റ്മാൻ കോഴ്സാണ്, മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ കോഴ്സ് തൃശ്ശൂർ എന്നുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് അപ്ലോഡ് ചെയ്യാം. ഇതെന്താണ്, ഈ പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ്. ഇനി അല്ലെങ്കിൽ ലോവർ ഗ്രേഡ് ഡ്രോയിങ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് MGTO അല്ലെങ്കിൽ KGTUടെയോ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ആവുന്നതാണ്. അതുപോലെ സെക്കൻഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് സെക്യൂർഡ് ബൈ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ trainee under TT scheme College of Engineering under the Industrial Training Center conducted the Ministry of Labour Government of India after a course of 18 months. 18 മാസത്തെ നിങ്ങൾ പഠിച്ചതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് എന്താണ്, സെക്കൻഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ട്രെയിനി. അപ്പോൾ എന്താണ്, ഡ്രാഫ്റ്റ്മാൻ സിവിലിനകത്ത്, സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രെയിനി TT സ്കീമിൽ പഠിച്ചിട്ടുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇത് അപ്ലൈ ആവുന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ എന്താണ്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്തിൻ്റെയാണ്, ഡ്രാഫ്റ്റ്മാൻ സിവിൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ, ഡ്രാഫ്റ്റ്മാൻ സിവിലിൻ്റെ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിൻ്റെയോ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനി സർട്ടിഫിക്കറ്റ് കംപ്ലീഷൻ ഫുൾ ടേം അപ്രന്റീസ്ഷിപ്പ് ഓഫ് മിനിമം പീരീഡ് ഓഫ് 3 years, 3 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത ഈ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ഈ പരീക്ഷ ഈ ഡോക്യുമെൻറ്റ് അവർക്ക് ആ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേഷൻ ഹയർ ഓർ ലോവർ MGTയുടെ KGTE എനി 2 ഓഫ് അതർ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് അണ്ടർ MGTE KGTE. ഇനി ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ്റെ ഹയർ ഓർ ലോവർ ഉള്ള MGTയുടെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ചെയ്യാം. ഇനി ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2-year കോഴ്സ് ഓഫ് ദ വുമൺസ് പോളിടെക്നിക് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ വുമൺസ് പോളിടെക്നിക്കിൽ നിന്നും ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ 2 വർഷത്തെ കോഴ്സ് പാസ്സായവർക്ക്, അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അവർക്കും ക്വാളിഫൈഡ് ആണ്, അവർക്ക് ഇപ്പോൾ എക്സാം എഴുതാവുന്നതാണ്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇനി സർവേയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ദ 18-month കോഴ്സ് followed by 6 months practical training at the Industrial Training Institute Center conducted the Government of India. അത് ITI സർട്ടിഫിക്കറ്റ് ആണ്. അതായത് സർവേയർ ഗ്രേഡ്, സർവേയറിൽ 12 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള സർവേയർ ട്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ്, 6 മാസത്തെ പ്രാക്ടിക്കലോട് കൂടി ITI ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം. അവർക്ക് ഈ എക്സാം എഴുതാൻ യോഗ്യതയുള്ളവർ തന്നെയാണ്. അതായത് ഈ പരീക്ഷ 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാൻ കഴിയുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്, ജനറൽ 10ാം ക്ലാസ്സും
അതുപോലെ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞ 7 കാറ്റഗറീസിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും. രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ബി ഹോൾഡ് എ കംപ്ലീറ്റ് SSLC ഇഷ്യൂഡ് അണ്ടർ അതോറിറ്റി ഓഫ് ഗവൺമെൻറ് ഓഫ് മദ്രാസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള വിത്തിൻ ഫോളോയിങ് മാർക്സ്. അപ്പോൾ താഴെ പറയുന്ന സബ്ജക്ട്സ് എന്താണ് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, അതായത് കുറച്ച് കാലം നേരത്തെ നടത്തിയിട്ടുള്ള, പഴയ കാലത്ത് നടത്തിയിട്ടുള്ള, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്ന എന്താണ് താഴെ പറയുന്ന സബ്ജക്റ്റ് ബേസ് 10ാം ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, അതായത് ഫസ്റ്റ് പേപ്പർ ലാംഗ്വേജ് ആയിട്ട് പാർട്ട് 1 40% മാർക്കും, ഇംഗ്ലീഷ് 40% മാർക്ക്, മാത്തമാറ്റിക്സ് ജനറൽ ഓർ കോമ്പോസിറ്റ് ആയിട്ട് അതിന് 35% മാർക്കും, പിന്നെ സോഷ്യൽ സ്റ്റഡീസ്, സയൻസ് ആൻഡ് ഡ്രോയിങ്ങും, അപ്ലൈഡ് സയൻസ് ആൻഡ് പ്രാക്ടിക്കൽ തുടങ്ങിയവയോട് ചേർത്തവയെല്ലാം 30% മേൽ മാർക്കും നേടി പാസ്സായിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, അതായത് കേരള ഗവൺമെൻറ്റിൽ മദ്രാസ് നോർമൽ ജനറൽ SSLC അല്ല, ഇത് പഴയകാലത്ത് നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കോഴ്സായിരുന്നു. അപ്പോൾ ആ കോഴ്സിൽ സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി മൂന്നാമത് പറയുന്ന ഒരു കാറ്റഗറിയും കൂടിയുണ്ട്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ഹോൾഡ് എ ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്. JTCയുടെ ടെക്നിക്കൽ SSLCയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത അവർക്ക്, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. കേരള ഗവൺമെൻറ് JTCയുടെ ടെക്നിക്കൽ സ്കൂൾ SSLC പാസ്സായ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇത് പരീക്ഷയിൽ എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ്. അവരും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 3 കാറ്റഗറിയാണ് ഇതിനകത്ത് മെയിനായിട്ട് ആ ക്വാളിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ജനറൽ 10ാം ക്ലാസ് പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് ചെയ്യാൻ കഴിയില്ല. ഒന്നും കൂടി അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ജനറലിനോടൊപ്പം ഈ നമ്മൾ നേരത്തെ കണ്ട താഴെ പറഞ്ഞ വീഡിയോ ഒന്ന് ബാക്ക് ചെയ്ത് നോക്കിയാൽ മതി. താഴെ പറയുന്ന ഈ സർട്ടിഫിക്കറ്റോട് കൂടിയതും, ഇനി അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്പെഷ്യൽ ഈ SSLC കാറ്റഗറിയിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും, പിന്നെ ജൂനിയർ ടെക്നിക്കൽ JTC, അതായത് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നും SSLC പാസ്സായവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇനി കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിനകത്തുള്ള ടെലഗ്രാമിലോ വാട്സപ്പിലോ എന്ത് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. അത്യാവശ്യം ക്വാളിഫിക്കേഷൻസൊക്കെ അത്യാവശ്യം വേക്കൻസിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ളതുമാണ്. അതുകൊണ്ട് ഇത്തരം ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെന്ത് ചെയ്യുക, കൃത്യമായി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക.